അപ്പം നരസിംഹ ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ നരസിംഹ പ്രതിഷ്ഠയുള്ള സ്ഥലം. അതുപോലെ തന്നെ ഇവിടെയാണ് ഏറ്റവും വലിയ ശിവലിംഗം. ഇവിടുത്തെ ഏറ്റവും വലിയ ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ അമ്പലത്തിനുള്ളിലാണ്. അപ്പോൾ ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠ ഉള്ള സ്ഥലം. ഹലോ, നമസ്കാരം. ചോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇതാണ് നരസിംഹ പ്രതിഷ്ഠയുള്ള ആ ക്ഷേത്രം. അതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഇല്ലാത്ത രീതിയിലാണ്, കാരണം കൽക്കെട്ട് മാത്രമേ ഉള്ളൂ. ഇതാണ് ശിവലിംഗ പ്രതിഷ്ഠയുള്ള സ്ഥലം. അപ്പം നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ആ ശിവലിംഗ പ്രതിഷ്ഠയുടെ അങ്ങോട്ട് വെള്ളം ഇവിടുന്ന് കനാലിലൂടെ ഒഴുകി വരികയാണ്. വന്നിട്ട് ഇവിടെ ഇത് നമ്മുടെ തുംഗഭദ്ര അണക്കെട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ വെള്ളം ഒഴുകി വരുന്നത്. സത്യത്തിൽ ഈ വെള്ളമാണ് നേരെ ഒഴുകി നമ്മൾ രാവിലെ കണ്ട ആ ഒരു പ്രദേശത്തേക്ക് പോകുന്നത്. അവിടെ ചെന്ന് ആ കുളം നിറയ്ക്കുന്നത് ഈ വെള്ളമായിരുന്നു. പക്ഷേ പിന്നീടത് തിരിച്ചു വിട്ടതാണെന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദമായിട്ട് എനിക്കറിയില്ല. ഈ വെള്ളം ചെന്നാണ് അവിടുത്തെ ആ കുളം നിറഞ്ഞുകൊണ്ടിരുന്നത്. ആ വജ്രവും രത്നവും ഒക്കെ വിറ്റിരുന്ന ആ മാർക്കറ്റിനുള്ളിലുള്ള ആ കുളത്തിലേക്കായിരുന്നു ഈ വെള്ളം പൊയ്ക്കൊണ്ടിരുന്നതെന്നാണ് പറയപ്പെടുന്നത്. പിന്നീടിത് പല ഭാഗങ്ങളിലായിട്ട് അത് നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് അങ്ങോട്ട് വെള്ളം ഇപ്പോൾ ഒഴുകി പോയില്ല, മറ്റൊരു ഭാഗത്തേക്കാണ് വെള്ളം ഒഴുകി പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വെളിയിലോട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ ഇതാണ് ഹംപിയിലെ അണ്ടർഗ്രൗണ്ട് ശിവ ടെമ്പിള്. ഇത് വെള്ളത്തിനുള്ളിൽ നിൽക്കുന്ന ഒരു ശിവ ടെമ്പിളാണ്. വിരുപക്ഷ ടെമ്പിൾ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പോകുന്നത്. ശ്രീകൃഷ്ണ ടെമ്പിൾ കണ്ടപോലെ തന്നെ കയറി വരുമ്പോഴുള്ള മണ്ഡപവും കാര്യങ്ങളും ഒക്കെയാണ് തന്നെയാണ് ഇവിടെയും ഉള്ളത്. ഉള്ളിലേക്ക് കടക്കുമ്പോൾ ഇത് വെള്ളത്തിനുള്ളിൽ തന്നെയാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. എന്നാ സ്മെല്ലല്ലേ? സർവ്വരോഗ സംഹാരിയ മുറിവായിട്ട് ഉണ്ടെങ്കിൽ ചവിട്ടേ ചെയ്യരുത്. കാണാൻ പറ്റില്ല ഒന്നുമില്ലേ?
ഹലോ. ഈ ക്ഷേത്രം മൊത്തമായിട്ടും വെള്ളത്തിനടിയിലാണ്. പക്ഷേ ഇപ്പം വേനൽക്കാലമായതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ടാണ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നത്. ധാരാളം ഉപക്ഷേത്രങ്ങളുള്ള ഒരു അമ്പലമാണിത്. ഇതൊക്കെ ഈ ക്ഷേത്രത്തിൻ്റെ ഡോറുകൾ വെച്ചിരുന്ന കമ്പികൾ കയറ്റിയിട്ടിരുന്ന കല്ലുകളാണ്. ഇതൊക്കെ ഫ്രണ്ടിലെ ഡോറുകളിൽ ഉണ്ടായിരുന്ന കല്ലുകളാണ്. ഇതൊക്കെ ഇപ്പം നശിപ്പിക്കപ്പെട്ടതുകൊണ്ട് താഴെ എടുത്തു വച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മൾ അടുത്ത മണ്ഡപത്തിലോട്ട് ചെല്ലുകയാണ്. ഇതെന്താ, ഇവിടെ ഒരു മണ്ഡപമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ധാരാളം കൽമണ്ഡപങ്ങൾ നിറഞ്ഞ ക്ഷേത്രഭാഗങ്ങൾ കാണാൻ പറ്റും. ഇത് പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലുള്ള ഒരു ക്ഷേത്രമാണ്. പക്ഷേ ഇപ്പോൾ വേനൽക്കാലം ആയതുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഇങ്ങനെ ഇറങ്ങി വന്ന് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഈ വെള്ളമൊന്നും അത്ര ക്ലിയർ ആയിട്ടുള്ള വെള്ളമല്ല. ധാരാളം മീനൊക്കെ ഉണ്ട് കേട്ടോ, നിറയെ മീനുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദി, ഈ വാതിൽ നിന്ന് നോക്കുമ്പോൾ ഈ നന്ദി നമ്മളെ നോക്കുന്ന പോലെയാണ് നമുക്ക് കാണുന്നത്. ഓ, ക്ലിയറായി കാണത്തില്ലേലും കുറച്ചൊക്കെ കാണാൻ പറ്റും. ഓ, അപ്പത്തെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് വന്നതാണ്. ഉള്ളിലെ കൽക്കെട്ടാണിത്. 4 തൂണുകളിൽ നരിച്ചീറൊക്കെ ഇഷ്ടം പോലെ പറക്കുന്നുണ്ട്. ഇതാണ് പ്രതിഷ്ഠയുള്ള സ്ഥലം. നമുക്ക് വലിയ കാര്യമായിട്ട് അത് കാണാൻ പറ്റില്ല. ഇതിൻ്റെ അകത്ത് വെട്ടവും വെളിച്ചമൊന്നുമില്ല. അപ്പത്തെ കയറി കണ്ടോ, നരിച്ചീർന്ന് പറക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പത്തെ ഇതിൻ്റെ ഉള്ളിലോട്ടൊന്ന് പോയി നോക്കുവാണ്. പാമ്പോ ഇതെല്ലാമൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇല്ല, നരിച്ചീർ മാത്രമേ ഉള്ളൂ. നരിച്ചീർ പറന്ന് നടക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഉള്ളിൽ വെട്ടം എന്ന് പറഞ്ഞാൽ ഈ വെട്ടം മാത്രമേ ഉള്ളൂ. ഇതിപ്പം എൻ്റെ ടോർച്ചിൻ്റെ വെട്ടത്തിൽ ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ അകത്തുനിന്നൊക്കെ വെളിയിലോട്ടിറങ്ങാണ്. ഇതെന്ത് പ്രതിഷ്ഠയാണെന്ന് ഒരു പിടുത്തമില്ല. ശിവനല്ല, ശിവലിംഗം അതിൻ്റെ അകത്ത് ഗണപതിയായിരിക്കും. ഇത് ഗണപതിയാവും, അപ്പുറത്ത് ഇതുമായിരിക്കും, സുബ്രഹ്മണ്യനായിരിക്കും. അല്ല കേട്ടോ, ഇത് നാഗത്താന്മാരാ. അപ്പോൾ അമ്പലത്തിൻ്റെ കൽക്കെട്ടിൻ്റെ ഉള്ളിലൂടെ ഞങ്ങളിങ്ങനെ നടക്കുകയാണ്. വളരെ മനോഹരമായ ഒരു വെള്ളത്തിൽ നിലനിൽക്കുന്ന ഒരു ക്ഷേത്രമാണിത്. പക്ഷേ കാലത്തിൻ്റെ വികൃതിയിൽ തകർന്നടിഞ്ഞ ഒരു ക്ഷേത്രം കൂടിയാണ്. ഇവിടെയൊക്കെയുള്ള ഓരോ കൊത്തുപണികൾ കണ്ട. അകത്തേക്ക് വെളിച്ചം ചെല്ലാനുള്ള ഓരോ ഹോളുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതേത് ക്ഷേത്രം? അപ്പം നമ്മൾ പോയി അടുത്ത സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈശ്വര, അണ്ണാൻകുഞ്ഞും തെന്നാലായത്. ഇത്രയും കഷ്ടപ്പെടേണ്ട കാര്യമില്ലായിരുന്നു, സൈഡിൽ കൂടി ഇങ്ങനെ വന്നാൽ മതിയായിരുന്നു. അപ്പത്തെ അടുത്ത ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട്. ഹംപിയിലെ മറ്റൊരു നിർമ്മിതിയുടെ മുമ്പിലാണ് ഞാനുള്ളത്. ഇത് ഒരു
മക്കാമാണ്, ഒരു ടോംബാണ്. പണ്ട് കാലത്ത് ഈ ഹംപി പിടിച്ചടക്കിയ മുസ്ലിം രാജവംശത്തിൻ്റെ ഒരു കല്ലറയാണിത്. അവരുടെ ഇത് ഹിന്ദു കൾച്ചറിൽ നിന്നും ഇത് മുസ്ലിം കൾച്ചറിലേക്ക് മാറിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ സമയത്തെ ഒരു നിർമ്മിതിയാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം മുഹമ്മദ് വാച്ച് ടവർ, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട്, അതുപോലെ തന്നെ ഒരു ബാൻ ടവർ, അതെന്നാ ഒരു ഇവിടുത്തെ വരുന്നല്ലോ. അപ്പത്തെ അതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നാറ്റി അവിടെ എവിടെയും പോയി മാന്തി കീറിയോ? ബാൻ ടവർ. വാ, അപ്പോൾ വിജയനഗരത്തിലെത്തിയോ നമ്മൾ? അപ്പോഴത്തെ ഇവിടെ ക്ലീനിങ് ഒക്കെ നടക്കുകയാണ് കേട്ടോ. ആൾക്കാർ അതിൻ്റെ മേളിൽ കൂടെ ചവിട്ടി നടക്കാതിരിക്കാൻ വേണ്ടി കല്ല് പതിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ടോ? നമ്മുടെ എവിടെയൊക്കെയാണ് ഇത് സംരക്ഷിക്കുമോ? അതുകൊണ്ട് അവിടെ ആ കാസർഗോഡ് 2 കോട്ട കിടക്കുന്നു, നശിച്ച് നാരായണക്കല്ല് പിടിച്ച്. വെറും വെട്ടുകല്ല് കെട്ടിക്കയറ്റിയാൽ മതി. ഇതുപോലെ അവിടെയും വന്നേന് വലിയ 2 കോട്ട. ബേപ്പൂരല്ലെന്ന്, ഇവിടെ കാസർഗോഡ്. കാസർഗോഡ് ലാസ്റ്റ് നമ്മുടെ ഇവിടെ ഉപ്പള എത്തുന്നതിന് മുമ്പ്. ആ കോട്ട ഇപ്പോഴാണ് അത് ചപ്പെല്ലാം കൂടി തീയിട്ടത്. അത് നാട്ടുകാരിട്ടതാ. ഹൈവേ പകുതി കോട്ട പൊളിച്ചു കളഞ്ഞു. ഇല്ല, എല്ലാവരും മാറ്റി നിർത്തുക. പക്ഷെ കാസർഗോഡ് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടപ്പുണ്ട്. ബേക്കൽ ഫോർട്ട് മാത്രമാണ് എല്ലാവർക്കും അറിയാവുന്നത്. അത് ആ എഡ്ജിലോട്ട് ഇറങ്ങിയിരിക്കുന്നു, ക്ലിഫിലോട്ട് ഒരു റൗണ്ടിലുള്ള ഒരു വാച്ച് ടവർ ഇറങ്ങി നിൽപ്പുണ്ട്. അത് മാത്രമാണ് ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. മറ്റേ 2 കോട്ട അതിൽ മനോഹര. ഇതാ ഹനുമാൻ്റെ ഒരു ശില്പം കൊത്തി വച്ചിരിക്കുന്നത് കാണാം. ഒരു ചെറിയ ക്ഷേത്രമാണ്, പക്ഷേ ഇതിൻ്റെ മറുഭാഗത്താണ് ഇതിൻ്റെ പ്രധാന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് എൻട്രൻസ് ഒന്നുമില്ല. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് നർത്തകിമാരുടെ ശില്പങ്ങളാണ് കാണുന്നത്. അതെല്ലാം കല്ലിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളാണ്. നൃത്തത്തിൻ്റെ കുറേ ശില്പങ്ങൾ നമുക്ക് മുകളിൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആന, കുതിര, ഇവിടെയൊക്കെ ശില്പങ്ങളാണ് കാണുന്നത്. വാദ്യോപകരണങ്ങൾ, നാട്യകലയുടെ കുറേ ശില്പങ്ങൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ കുതിരപ്പോരാളികൾ, ആനപ്പോരാളികൾ, ഇതൊക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ ക്ഷേത്രത്തിനുള്ളിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴുകുന്ന ആ പാത്തിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതുവഴി ഒരു ഇടവഴിയുണ്ട്. ഇതിലേ പോയാൽ ക്ഷേത്രത്തിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അങ്ങനെ നമ്മൾ ക്ഷേത്ര മൈതാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കണ്ടോ, നിറയെ കുതിര, ആന, പടയാളികളുടെ ഒരു പരിശീലിപ്പിക്കുന്ന രീതികളെ ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ മുകളിൽ അവിടെ കണ്ട പോലെ തന്നെ നൃത്തത്തിൻ്റെയും വാദ്യോപകരണങ്ങളുടെയൊക്കെ ശില്പങ്ങളാണ്. അപ്പോൾ ഇത്രയും വലിയ പാടിയായിട്ട് എങ്ങനെ കുത്തിയെടുത്ത്. അതുപോലെ തന്നെ തേരാളികൾ, പടയാളികളുടെയൊക്കെ പല രീതിയിലുള്ള അവരുടെ വേഷവിധാനങ്ങൾ, വാളും പരിചയം ഉപയോഗിച്ച് യുദ്ധം ചെയ്യുന്നത്, കുന്തം, വാൾപ്പയറ്റ്, അത് സ്ത്രീകളാണ് കേട്ടോ. സ്ത്രീകളുടെ രീതിയിലുള്ള ഇതാണ്. അമ്പും വില്ലും
ഇതാ രാജാവും രാജ്ഞിയും ഇത് ഉപവിഷ്ടരായിരിക്കുന്നതിൻ്റെ ഒരു രീതിയിലുള്ള ശില്പങ്ങൾ. അപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇത് ശരിക്കും ക്ഷേത്രമാണോ കൊട്ടാരമാണോ? ഹൈന്ദവരായിരുന്നു ഇവിടെ ആദ്യമൊക്കെ ഈ ശിലായുഗകാലത്ത് ഈ നിർമ്മിതികളെല്ലാം നിർമ്മിച്ചതെങ്കിലും പിന്നീട് പല മുസ്ലിം രാജാക്കന്മാരും ഇത് പിടിച്ചെടുക്കുകയുണ്ടായി. ആ സമയങ്ങളിൽ നിർമ്മിച്ച നിർമ്മിതികളാണ് ഈ കാണുന്നതൊക്കെ. അതായത് മസ്ജിദുകളും അവരുടെ ശവകുടീരങ്ങളുമൊക്കെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ പല വിദേശ സഞ്ചാരികളും, പോർച്ചുഗീസുകാരായിക്കോട്ടെ ബ്രിട്ടീഷുകാരായിക്കോട്ടെ മറ്റ് പല രാജ്യങ്ങളിൽ നിന്ന് വന്ന, ജർമ്മനിയിൽ നിന്ന് വന്നവർ, അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്ന് വന്ന സഞ്ചാരികൾ അവരുടെ സഞ്ചാരത്തിൻ്റെ ഡയറികളിൽ എഴുതിയിരുന്ന പല വാക്കുകളും റോമിനെ കഴിഞ്ഞും വലിയ ഒരു നഗരമാണ് ഈ വിജയനഗരം എന്നാണ് എഴുതിയിരുന്നത്. ഹംപി ഈ വിജയനഗരത്തിൻ്റെ ഒരു ഭാഗമാണ്. 2 ഭാഗമായിട്ടാണ് ഈ ഹംപി അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടുത്തെ നിർമ്മിതികളാണ് അവരെ അതിശയിപ്പിച്ചത്. റോമ നഗരത്തെ കഴിഞ്ഞും വലിയ നിർമ്മിതികൾ, കൽത്തൂണുകളും ധാരാളം ക്ഷേത്രങ്ങളും ധാരാളം കൊട്ടാരങ്ങളും നിറഞ്ഞ ഒരു പ്രദേശം. അതും വളരെ ആളുകളുടെ പ്രയത്നഫലമായി നിർമ്മിച്ചവയാണ്. ഇപ്പോൾ ഇതെല്ലാം തകർക്കപ്പെട്ട നിലയിലാണ് കാണുന്നത്. ഇത് ഇവിടുത്തെ ഒരു മസ്ജിദായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ സമീപത്ത് തന്നെ അവരുടെ ശവക്കല്ലറകളും അതിനോടനുബന്ധിച്ചുള്ള കെട്ടിടങ്ങളുമാണ് കാണുന്നത്. ഈ കോമ്പൗണ്ടിലാണ് ആ മസ്ജിദ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൽ ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അതിൻ്റെ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം. ഇവിടെ റിനോവേഷൻ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇവിടെ ആളുകൾ കയറി നടക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കല്ലുകളൊക്കെ വെച്ച് നിർമ്മിച്ചിരിക്കുന്നത് കാണാം. ശിലാപാളികൾ കൊണ്ടാണ് ഈ ക്ഷേത്രങ്ങളായാലും ഈ മസ്ജിദുകളായാലും നിർമ്മിച്ചിരിക്കുന്നത്. ഇൻഡോ ഗൾഫ് കൾച്ചറിലാണ് ഈ ഒരു നിർമ്മിതി കാണാൻ പറ്റുന്നത്. ആ ആർച്ചും കാര്യങ്ങളുമൊക്കെ ആ ഗൾഫ് നാടുകളിൽ കാണുന്ന ആ കൊട്ടാരങ്ങളുടെ ഒരു കൾച്ചറാണ്. ഇതാ ഇവിടെ ഒരു ഗസീബോ കാണാം ഈ സൈഡിൽ. അത് ഇതിനോട് അറ്റാച്ച് ചെയ്തിരുന്നായിരിക്കണം. അത് പിന്നീട് തകർക്കപ്പെട്ടതോ നശിച്ചു പോയതോ ആകാം.